എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നറൂട്ടോ അവന്റെ കൈ നീട്ടും. ഒബീട്ടോ, നീ ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. നിന്റെ വഴി അത് തെറ്റാണ്. ശരിയായ വഴി അത് തെരഞ്ഞെടുക്കാനുള്ള സമയം ആയിരിക്കാണ്. അതിന് ഒബീട്ടോ അവൻ അങ്ങനെ കൈ നീട്ടിക്കൊണ്ടുവന്ന് കുട്ടപ്പന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. കുട്ടപ്പനാണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി അവനെ അടിച്ച് താഴെയിടും. ഒബീട്ടോ ദേഷ്യപ്പെട്ടു പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറില്ല. എന്റെ വഴിയാണ് എനിക്ക് ശരി. ഉടനെ നറൂട്ടോ പറയും, അപ്പൊ നീ റിന്നിനെ സ്നേഹിച്ചിട്ടില്ലേ? അവളുടെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കില്ലേ? റിന്ന ആഗ്രഹിച്ചത് നീ ഇങ്ങനെ ഒരു ഒബീട്ടോ ആയി മാറാൻ അല്ല. റിന്നിനു വേണ്ടിയെങ്കിലും നീ പഴയ ഒബീട്ടോ ആവണമെന്ന് പറയും. അത് കേട്ട് ഒബീട്ടോ അവൻ ഷോക്കായി ഇപ്പൊ നറൂട്ടോയെ നോക്കും. നറൂട്ടോയെ കാണുമ്പോ അവനെ തന്നെ കാണും പോലെ ആയിരിക്കും ഇപ്പൊ ഫീൽ ചെയ്യുക. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവൻ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ കാക്കാഷി ഇപ്പൊ ഒബീട്ടോയോട് ചോദിക്കും, ഓ നീ ഇന്നും എപ്പോഴത്തേതും പോലെ ലേറ്റ് ആയിട്ടാണല്ലേ വരുന്നേ? ഒബീട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒബീട്ടോയെ തന്നെ അവന്റെ തൊട്ടു മുൻപിൽ കാണാൻ കഴിയും. ഒബീട്ടോയുടെ ഇപ്പോഴത്തെ രൂപത്തിലുള്ള റിന്ന്, കാക്കാഷി, പിന്നെ കുഞ്ഞൻ ഒബീട്ടോ. ആ ഒബീട്ടോ ഇപ്പോ പ്രസന്റിലുള്ള ഒബീട്ടോയ്ക്ക് നേരെ കൈ നീട്ടും. ഇത് യഥാർത്ഥ ഒബീട്ടോ അല്ല. യഥാർത്ഥ ഒബീട്ടോ അത് ഞാനാണ്. റിന്നിന്റെ സ്വന്തം, റിന്നിന്റെ മാത്രം ഒബീട്ടോ. അവൾക്കിഷ്ടപ്പെട്ട, നിനക്കിഷ്ടപ്പെട്ട ആ ഒരു പഴയ ഒബീട്ടോ ആയി നീ മാറണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ കൈ നീട്ടും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഷിനോബികൾ എല്ലാവരും ചേർന്ന് ആ മോൺസ്റ്റേഴ്സിനെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് അബ്സോർബ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഫിജിക്കാകെ, റെയ്ക്കാകെ, മിസുകാകെ, ഗാറ, ഒക്കാകെ ആന്റി, അങ്ങനെ എല്ലാവരും ചേർന്ന് ആ മോൺസ്റ്റേഴ്സിനെ പിടിച്ചു വലിക്കുകയാണ്. അവരുടെ ഓപ്പോസിറ്റ് ഒബീട്ടോ എന്ന് പറയുന്ന ആ വലിയൊരു ശക്തി. ഒബീട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ പിടിച്ചു നിൽക്കാനാവില്ല. അവൻ ആടി ഒലയാൻ തുടങ്ങും. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൻ കൺഫ്യൂസ്ഡ് ആവും. അടുത്ത സെക്കൻഡ് ആ 9 മോൺസ്റ്റേഴ്സിനെയും നമ്മുടെ ആൾക്കാർ ചേർന്ന് അങ്ങനെ പിടിച്ചു വലിച്ചെടുക്കും. ഒബീട്ടോയുടെ കാറ്റ് പോയി അവനിപ്പോ നോർമലായി താഴേക്ക് വീഴുകയാണ്. മൈഗയ്ക്കാണെങ്കിൽ അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒബീട്ടോ ആണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് നോക്കി കിടക്കാണ്. അപ്പൊ പാസ്റ്റില് അവൻ പറഞ്ഞ കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് അവൻ ആലോചിക്കും. എന്ത് വില കൊടുത്തും നിങ്ങളെ എല്ലാവരെയും എന്റെ ഗെഞ്ചിപ്സുവിലേക്ക് ഞാൻ കൊണ്ടുപോകും. എനിക്കിപ്പോ ഹൃദയമില്ല, അവിടം ശൂന്യമാണ്. നിങ്ങൾ ഉപയോഗിച്ച് വേണം എനിക്കവിടെ ഫില്ല് ചെയ്യാൻ. അതിന് കാക്കാഷി ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒരിക്കലും ആ ഒരു വേൾഡിലേക്ക് വരില്ല. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഒരിക്കലും റിന്നിനെ കൊന്നിട്ടില്ല. അവളെ തന്നെ സാക്രിഫൈസ് ചെയ്യായിരുന്നു. അതൊരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാനല്ല, നമ്മളുടെ വില്ലേജിനെയും ഇപ്പോഴത്തെ ലോകത്തെയും കാത്തു രക്ഷിക്കാനാണ്. സോ ഞാനും അവളുടെ പാതയിൽ തന്നെയാണ് പിന്തുടരുന്നത്. എന്തു വില കൊടുത്തും നമ്മുടെ ഗ്രാമത്തെ, നമ്മുടെ ലോകത്തെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. നീയും റിന്ന ആഗ്രഹിച്ച ആ പഴയ ഒബീട്ടോ ആയി മാറണം. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആ 9 ടെയിൽ ബീസ്റ്റുകളും അവറ്റകള് ഒരു മൂലയ്ക്ക് മാറി നിൽക്കുകയാണ്. സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ നോർമലായി തീരും. മാത്രമല്ല ആ വലിയ മരം, അതിന്റെ മുകളിലുണ്ടായിരുന്ന പൂവ്, അതൊക്കെ ചുരുങ്ങി ഇപ്പൊ പതിയെ പതിയെ താഴേക്ക് പോവാൻ തുടങ്ങും. ഓരോ ടെയിൽഡ് ബീസ്റ്റുകളും ഇപ്പൊ കുട്ടപ്പനെ നോക്കി താങ്ക്സ് പറയാണ്. സുക്കാഗുവിന് മാത്രം കുട്ടപ്പനെ കണ്ട് ഷോക്കാവും. കാരണം കുട്ടപ്പൻ പണ്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അപ്പ അതേസമയം സാസുക അവനൊരു കത്തിയെടുത്ത് ഒബീട്ടോയെ കൊല്ലാൻ ഒബീട്ടോയുടെ അടുത്തേക്ക് ഓടുകയാണ്. സാസുക പോവരുത്, അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് നറൂട്ടോ നിലവിളിക്കും. പക്ഷെ സാസുകയാണെങ്കിൽ അത് കേൾക്കില്ല. മാത്രമല്ല ബാക്കിയുള്ള ഷിനോബികള് അവരും ഒബീട്ടോയെ കൊല്ലാനായി ഓടി അടുക്കും. സാസുകയാണെങ്കിൽ ഓടി വന്ന് അവനെ വെട്ടിക്കൊല്ലാനായിട്ട് ശ്രമിക്കും. അവന്റെ തൊട്ടു പിന്നാലെ സാസുകയെ തടയാൻ കുട്ടപ്പനും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. കാക്കാഷി മാസ്റ്റർ ആള് കാമോയി ജിപ്സ് ഉപയോഗിച്ച് അവിടേക്ക് വരും. അതിനുശേഷം ഒബീട്ടോയുടെ ബോഡിയിൽ ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിക്കും. കാക്കാഷി മാസ്റ്റർ പറയും, സാസുക ഐ എം റിയലി സോറി. ഇവനെ എനിക്ക് വേണം. ഇവന്റെ കാര്യം അത് ഞാൻ ഡീൽ ചെയ്തോളാം. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്, എന്റെ ഫ്രണ്ടാണ്. സോ ഇവന്റെ റെസ്പോൺസിബിലിറ്റി അത് ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞ് കാക്കാഷി ഇപ്പോ മിനട്ടോയെ കൊല്ലാൻ ഒരുങ്ങും. അത് കണ്ട് നറൂട്ടോ കാക്കാഷി നോ എന്ന് പറഞ്ഞ് അലറും. അപ്പോഴേക്കും മിനട്ടോ ആളെവിടേക്ക് വന്ന് ടെലപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിക്കും. മറ്റൊരു ഭാഗത്ത് ഷിനോബികള് അവരെല്ലാവരും ചേർന്ന് ഒബീട്ടോയ്ക്ക് അടുത്തേക്ക് പാഞ്ഞടുക്കും. ഉടനെ ഹൊക്കാഗെ ആൻഡ് ആളിപ്പോ അവരുടെ മുൻപിലേക്ക് വന്ന് അവരെ എല്ലാം തടയും. അവരെ എല്ലാവരെയും ഇപ്പൊ തടയും. മിനട്ടോ അവനിപ്പോ ഒബീട്ടോയോട് പറയും, നിന്റെ ഫീലിങ്സ് മുഴുവൻ എനിക്ക് മനസ്സിലായി. കാരണം നറൂട്ടോയുടെ ബോഡിയിൽ എന്റെ പവറും കണക്റ്റഡ് ആയിരുന്നു. നറൂട്ടോയ്ക്ക് അവന്റെ അമ്മയുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വിഷമവും
ഫീലിങ്സും അതൊക്കെ അവൻ പെട്ടെന്ന് മനസ്സിലാക്കും. മാത്രമല്ല എത്ര കുറ്റം ചെയ്താലും അവരോടൊക്കെ ക്ഷമിക്കാനുള്ള ഒരു പ്രത്യേക മനസാന്നിധ്യം അവനുണ്ട്. അതിനുശേഷം മിനട്ടോ ആളിപ്പോ കാക്കാഷിയോട് പറയും, കാക്കാഷി, ഒരു കാലത്ത് നീയും ഒബീട്ടോയും റിന്നും നിങ്ങൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, ഒരു ടീമായിരുന്നു. എനിക്കറിയാം ഇപ്പോഴും ഇവനെ നീ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നില്ലേ. സോ അവനെ കൊല്ലരുത്. അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവനെ തിരികെ പിടിക്കണം. പഴയ ഒബീട്ടോ ആക്കി അവനെ മാറ്റണം. അത് കേൾക്കുമ്പോൾ സാസുക അവൻ നറൂട്ടോയെ നോക്കും. മിനട്ടോ പറയും, നറൂട്ടോ, നീയും സാസുകയും അലൈൻഡ് ഷിനോബീസും നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മാധുരയുടെ അടുത്തേക്ക് പോകണം. അവനെ വേണം അടുത്തായിട്ട് നമ്മൾ തടയാൻ. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ നറൂട്ടോ അവൻ സാസുകയായിട്ട് ഉഷാറായിട്ട് അവിടുന്ന് ഓടും. ഇവിടെ മിനട്ടോ ആളിപ്പോ ഒബീട്ടോയെ നോക്കും. മിനട്ടോ പറയും, ഞാൻ എപ്പോഴും നിന്റെ മാസ്റ്ററാണ്. നമ്മളെല്ലാവരും ഒരേ ടീമാണ്. പഴയതൊക്കെ നീ ഇത്ര വേഗം മറന്നുപോയോ? നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കുന്നത് റിന്നാണ്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പരുക്ക് പറ്റിയ നിങ്ങളെ ഹീൽ ചെയ്യുന്നത് അവളാണ്, റിന്ന്. നിങ്ങൾ ഇത്രയും തിക് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് പഴയതൊക്കെ മറക്കാൻ കഴിഞ്ഞു? അത് കേട്ട് കാക്കാഷി ആളിപ്പോ ആ കത്തി പതിയെ താഴേക്കിടും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് മിനട്ടോയും ടീമും അവരവസാനമായിട്ട് നടത്തിയ ആ ഒരു ആ നിഞ്ചാവാർ മിഷൻ അതായിരിക്കും ഇപ്പൊ കാണിക്കുക. മിനട്ടോ എല്ലാ കാര്യങ്ങളും ഒരു മാപ്പൊക്കെ വിരിച്ചു വെച്ച് ഒബീട്ടോയ്ക്കും കാക്കാഷിക്കും റിന്നിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. മിനട്ടോ പറയും, നിങ്ങൾ 3 പേരും ആ ഒരു കനാവി ബ്രിഡ്ജ് അത് തകർത്ത് കളയണം. അങ്ങനെ അവർ 4 പേരും കാടിന്റെ ഒത്ത നടുക്കേക്ക് നടന്നു വരും. മിനട്ടോ പറയും, ഇത്രയും നാളും നമ്മൾ ടീമായിട്ടാണ് എല്ലാ മിഷൻസും അറ്റൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ നിങ്ങൾ 3 പേരും ഒറ്റയ്ക്കാണ് ഈ മിഷൻ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ക്യാപ്റ്റൻ അത് കാക്കാഷിയാണ്. ഉടനെ ഒബീട്ടോ, കാക്കാഷി മാസ്റ്റർ, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ബ്രിഡ്ജ് തകർക്കണമെന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഷോക്കാവും. കാരണം ആദ്യമായിട്ടാണ് ഒബീട്ടോ കാക്കാഷിയെ ഒരു മാസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ അവന്റെ ടീംമേറ്റ് ആയിട്ട് അംഗീകരിക്കുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. മിനട്ടോ പറയും, അന്ന് നിങ്ങളെ അവസാനമായി ഞാൻ കണ്ടതാണ്. പിന്നീട് ഇപ്പോഴാണ് നിങ്ങളെ 2 പേരെയും ഒരുമിച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞത്. റിന്നിനെ നമുക്ക് നഷ്ടപ്പെട്ടു. അതൊരു തീരാ ദുഃഖം തന്നെയാണ്. അതിന് കാക്കാഷു പറയും, റിന്ന് നമുക്ക് നഷ്ടപ്പെടാൻ കാരണക്കാരൻ അത് ഞാനാണ്. എന്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. അവളെ വേണ്ടതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നെ കൊണ്ടായില്ല. അതിന് ഒബീട്ടോ പറയും, അതെ, നീ മാത്രമാണ് റിന്നു മരിക്കാൻ കാരണക്കാരൻ. റിന്ന് നഷ്ടപ്പെട്ടതോടുകൂടെ എനിക്ക് എൻ്റെ ലൈഫ് അത് നഷ്ടപ്പെട്ടു. എൻ്റെ ശരീരം കണ്ണ് അത് ഉപയോഗിക്കാൻ എനിക്കറിയില്ലാതായി. മാധുരയുടെ സഹായത്തോടുകൂടെ അവന്റെ ശരീരമായി ഞാൻ ഇത്രയും കാലം ജീവിച്ചു. നിങ്ങളിപ്പോൾ പറയുന്നു എന്നെ കൊണ്ട് പഴയ ഒബീട്ടയായി മാറാൻ കഴിയുമെന്ന്. പക്ഷെ എനിക്കതില് യാതൊരു പ്രതീക്ഷയുമില്ല. അതിൽ കാക്കാഷി പറയും, ഉറപ്പായിട്ടും നിനക്ക് ഞങ്ങളുടെ പഴയ ഒബീട്ടോയെ മാറാൻ കഴിയും. അതേസമയം കാക്കാഷി ആണെങ്കിൽ ഒബീട്ടോ അവന് ഗിഫ്റ്റായി അവന്റെ കണ്ണ് തന്നെ കൊടുത്തത് ആലോചിക്കും. കാക്കാഷി പറയും, നീയാണ് എനിക്ക് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മികച്ച സമ്മാനം തന്നത്. എന്റെ കണ്ണ് ഞാൻ ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. കാക്കാഷി പറയും, ഒബീട്ടോ, നിന്നെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നറൂട്ടോയെ തന്നെയാണ്. അവന്റെ അതേ ജീവിതശൈലി തന്നെയായിരുന്നു നിനക്കും. സോ നിനക്കും ഒരു നറൂട്ടോയെ മാറാൻ ഒരുപാട് അവസരങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നറൂട്ടോയെ കാണിക്കും. അവനാണെങ്കിൽ ആദരയെ തേടി സ്പീഡിൽ ഓടുകയാണ്. ഓടി ആ വലിയ പൂവിന്റെ മേലെ അവനങ്ങനെ ചാടിക്കയറും. അതിനുശേഷം വിളിച്ചു പറയും, സാസുക, അവനെ ഞാൻ കണ്ടു, അവൻ ഇവിടെ ഉണ്ട്. ഉടനെ നറൂട്ടോ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് മാസീവ് റസൻഗൻ ഷുരീങ്കൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.